ഏത് കോയിൻസ് ആണെങ്കിലും ടോക്കൺസ് ആണെങ്കിലും അതിന്റെ പ്രൊജക്ട് എന്താണെന്ന് പഠിക്കണം. അവർ അതായത് നമുക്ക് ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് മാത്രമല്ല, ട്രേഡിംഗ് എല്ലാ കോയിൻസും ചിലപ്പോൾ സാധ്യമാവണമെന്നില്ല. കാരണം ബിറ്റ് കോയിൻ ആണെങ്കിലും ബിറ്റ് കോയിനും ഒക്കെ ബാക്കിയുള്ളതൊക്കെ അത്രയും ഹൈയിലേക്ക് വരികയില്ല. അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രൊജക്ട് ഉണ്ടെങ്കിലേ നമുക്ക് ബെനിഫിറ്റ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ആ പ്രൊജക്ട് ഇവർ കാണിക്കുന്നത്, ഇവർ പറയും ഞങ്ങൾ ഓയിലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ വെറും ഫേക്കാണ്. അത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, അങ്ങനെ ചെയ്യുന്ന ട്രേഡിന് ചെയ്യുന്ന കാര്യത്തിന് അവർ ഡോക്യുമെന്റേഷൻ കാണിക്കണം. പിന്നെ അതിന്റെ ഫൗണ്ടർ ആരാണ്, ഇതിന്റെ CEO ആരാണ്, ഇതൊക്കെ വ്യക്തമായിട്ട് ഒരു ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്ത് നേരിട്ട് ഫേസ് ടു ഫേസ് കാണിക്കണം. ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടുത്തെ കുറച്ച് പ്രൊമോട്ടേഴ്സ് ഉണ്ട്, അവർ പറയും ഇത് UK ആണ്, മലേഷ്യ ആണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അതെ അങ്ങനെ ചെയ്ത് അവർ വെറും ലാസ്റ്റ് സ്കാമിൽ പെട്ട് കഴിയാൻ പറയും നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇൻവെസ്റ്റ് ചെയ്തത് എനിക്കറിയില്ല. പക്ഷെ പബ്ലിക്കിന്റെ അവരുടെ പൈസയാണ് അത് പോകുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ജെന്യൂൻ ആണെന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പം എപ്പോഴും ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ലാഭം തരാമെന്നും പറഞ്ഞ് വരുന്ന കേസെല്ലാം തന്നെ അത് പകുതി ഫേക്കായിരിക്കും. അപ്പൊ നമ്മൾ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് മിനിമം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, ട്രാക്ക് നോക്കുക, എന്നിട്ട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക.